بسم الله الرحمن الرحيم أصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. السلام عليكم ورحمة الله وبركاته. الحمد لله وصلى الله على نبينا محمد وعلى آله وصحبه أجمعين أما بعد اتقوا الله عباد الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وأصحاب الشمال ما أصحاب الشمال في سموم وحميم وظل من يحموم لا بارد ولا كريم إنهم كانوا قبل ذلك مترفين وكانوا يصرون على الحنث العظيم وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون أوآباؤنا الأولون قل إن الأولين والآخرين لمجموعون إلى ميقات يوم معلوم. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആൻ 56-ാമത്തെ അധ്യായമായ സൂറത്തു അൽ വാഖിഅയാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തു അൽ വാഖിഅയിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അന്ത്യനാളിൽ ജനങ്ങൾ 3 വിഭാഗമായി തിരിക്കപ്പെടുമെന്നാണ്. ആ 3 വിഭാഗം, ഒന്ന് അസ്സാബിഖൂനാണ്, മറ്റൊന്ന് അസ്ഹാബുൽ യമീൻ, മൂന്നാമതായിട്ട് അസ്ഹാബു ഷിമാൽ. അതിൽ സൗഭാഗ്യത്തിൻ്റെ ആളുകളായ അസ്സാബിഖൂനും അസ്ഹാബുൽ യമീനും, മുൻകടന്നതായ ആളുകളും വലതുപക്ഷത്തിൻ്റെ ആളുകളും, അവർ സൗഭാഗ്യത്തിൻ്റെ ആളുകളാണ്. ദറജയിൽ ചെറിയ വ്യത്യാസമുണ്ട് എങ്കിലും സ്വർഗം ലഭിക്കുന്ന സ്വർഗീയ അനുഭൂതികളെല്ലാം ആസ്വദിച്ച് പരലോകത്ത് ജീവിക്കാൻ കഴിയുന്ന സൗഭാഗ്യത്തിൻ്റെ ആളുകളാണ് അവർ. അത് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞു. ഇനി ദൗർഭാഗ്യത്തിൻ്റെ ആളുകൾ, അല്ലെങ്കിൽ നാളെ പരലോകത്ത് നരകം ലഭിക്കുന്നതായ ആളുകൾ, ആ ആളുകളെ കുറിച്ചാണ് നമുക്ക് വിശദീകരിക്കുവാനുള്ളത്. അസ്ഹാബു ഷിമാൽ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ എന്നാണ് വിശുദ്ധ ഖുർആൻ അതിന് പ്രയോഗിച്ചത്. നാളെ പരലോകത്ത് അവർ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്. ആയത്തിലേക്ക് പ്രവേശിച്ചാൽ, വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. അസ്ഹാബു ശിമാൽ, ആ ഇടതുഭാഗക്കാരാകട്ടെ, അസ്ഹാബു ശിമാൽ, ആ ഇടതുഭാഗക്കാരാവട്ടെ, മാ അസ്ഹാബു ശിമാൽ, എന്താണ് ആ ഇടതുഭാഗക്കാർ, എന്താണ് അവരുടെ അവസ്ഥ? വളരെ മോശം തന്നെയാണ്, ശോചനീയം തന്നെയാണ്, ദൗർഭാഗ്യം തന്നെയാണ് അവരുടെ കാര്യം. അതാണ് ആ അസ്ഹാബു ഷിമാൽ, ആ ഇടതുഭാഗത്തിൻ്റെ ആളുകൾ. മാ അസ്ഹാബു ഷിമാൽ, എന്താണ് ആ ഇടതുഭാഗത്തിൻ്റെ അവസ്ഥ എന്നാണ്. എന്നിട്ട്
പരലോകത്ത് ഇനി അവർ അനുഭവിക്കുന്ന നരകാഗ്നിയിൽ അവർ അനുഭവിക്കുന്നതായ, അവർ നരകത്തിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ നരകത്തിൽ അവർ അനുഭവിക്കുന്നതായ ചില കാര്യങ്ങളാണ് പറയുന്നത്. നോക്കൂ, ഫീ സമൂമിൻ വഹമീം, ഫീ സമൂമിൻ വഹമീം. സമൂം എന്ന് പറഞ്ഞാൽ ഉഷ്ണക്കാറ്റ്, നല്ല ചൂടുള്ള കാറ്റ്. ഒരു സാധാരണ ചൂടായിട്ടല്ല പറയുന്നത്, മറിച്ച് നല്ല ചൂടുള്ള രോമക്കുത്തുകളിലൂടെ തുളച്ചു കയറുന്ന രൂപത്തിലുള്ള അതിശക്തമായ ചൂടുള്ള കാറ്റ്, അതാണ് സമൂം. അപ്പോൾ അവർ ഫീ സമൂമിൻ, അത്തരത്തിൽ രോമക്കുത്തുകളിൽ കൂടി തുളച്ചു കയറുന്ന തരത്തിലുള്ള ആ ചൂടുള്ള ആ അതിശക്തമായ ചൂടുള്ള ആ കാറ്റിലായിരിക്കും അവർ ഉണ്ടാവുക. ഹമീം, ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടു തിളക്കുന്ന വെള്ളം. ഹമീം എന്ന് പറഞ്ഞത് അതിശക്തമായ ചൂടുള്ള വെള്ളം, അതാണ് ഹമീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ അസ്ഹാബു ഷിമാൽ എവിടെയാണ് ഉണ്ടാവുക? അതിശക്തമായ ചൂടുള്ള വെള്ളത്തിലും ആ ഉഷ്ണക്കാറ്റിലുമായിരിക്കും ഈ അസ്ഹാബു ഷിമാൽ ഉണ്ടാവുക എന്നർത്ഥം. മാത്രമല്ല അവർക്കും തണൽ ലഭിക്കുന്നുണ്ട്. അസ്ഹാബുൽ യമീനിന് പരലോകത്ത് തണൽ ലഭിക്കുന്നത് പോലെ തന്നെ ആ തണലിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ആ തണൽ അതുപോലെ അവർക്കും ഈ അസ്ഹാബു ഷിമാലിനും അവിടെ തണൽ ലഭിക്കുന്നു. നോക്കൂ, വലില്ലിൻ മിൻ യഹ്മൂം, വലില്ലിൻ, ലില്ല് എന്ന് പറഞ്ഞാൽ തണല്, ലില്ല് തണൽ. വലില്ലിൻ, അവർ തണലിലായിരിക്കും. അസ്ഹാബു ഷിമാലിന്റെ ആളുകളും തണലിലായിരിക്കും. പക്ഷെ എന്തിന്റെ തണലിലാണ് അവിടെ ലഭിക്കുന്നവർക്ക്? മിൻ യഹ്മൂം, ആ കരിമ്പുക. യഹ്മൂം എന്ന് പറഞ്ഞാൽ കരിമ്പുക, ഇരുണ്ട തരത്തിലുള്ള ആ പുകപടലങ്ങൾ മുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പുകയുടെ ആ തണലിലായിരിക്കും അവർ ഉണ്ടാവുക. അഥവാ കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്നും വമിക്കുന്ന പുറത്തേക്ക് വരുന്ന ആ കരിമ്പുകയുണ്ടല്ലോ, ആ കരിമ്പുകയുടെ ആ തണലിലായിരിക്കും അവർ ഉണ്ടാവുക എന്നർത്ഥം. വലില്ലിൻ മിൻ യഹ്മൂം, ആ ഇരുണ്ട അല്ലെങ്കിൽ കഠിനമായ ആ കരിമ്പുകയുടെ തണലിലായിരിക്കും അവർ ഉണ്ടാവുക. എന്താണ് ആ തണലിൻ്റെ പ്രത്യേകത? ആ നരകാഗ്നിയുടെ ചൂടേറ്റ് നിൽക്കുമ്പോൾ ആ തണൽ ലഭിക്കുമ്പോൾ വല്ല ആശ്വാസവും ലഭിക്കുമോ? ലാ ബാരിദിൻ വലാ കരീം. ലാ ബാരിദിൻ, ബർദ് എന്ന് പറഞ്ഞ തണുപ്പ് എന്നാണ്. ലാ ബാരിദിൻ, അപ്പോൾ ഒരു തണുപ്പുമില്ല അതിന്, ആ തണലിന്. ലാ ബാരിദിൻ, യാതൊരുവിധ തണുപ്പും അതിനില്ല. വലാ കരീം, ഒരു മാന്യമായതുമല്ല അത്. കരീം എന്ന് പറഞ്ഞാൽ മാന്യമായത്. അപ്പോൾ അവിടെ ലഭിക്കുന്ന അസ്ഹാബു ഷിമാലിന് ആ കരിമ്പുകയുടെ തണൽ ലഭിക്കുമ്പോൾ ആ തണലിലാണെങ്കിലും എന്തെങ്കിലും ഒരു ആശ്വാസം ലഭിക്കണ്ടേ? യാതൊരുവിധ ആശ്വാസവും അവർക്കവിടെ ലഭിക്കുന്നില്ല. ആ തണലിന് ഒരു തണുപ്പുമില്ല, ഒരു മാന്യതയും ഇല്ല. നമുക്കറിയാം അവർക്ക് ലഭിക്കുന്ന ഈ തണലിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ മറ്റു സ്ഥലങ്ങളിലൊക്കെ വിശദീകരിച്ചതായിട്ട് കാണുവാൻ സാധിക്കും. അതുപോലെ സൂറത്തുൽ മുർസലാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇൻതലികൂ ഇലാ മാ കുന്തും ബിഹി തുകദിബൂൻ, ഇൻതലികൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ് ലാ ളലീലിൻ വലാ യുഗ്നി മിനൽ ലഹബ്, ഇൻതലികൂ ഇലാ മാ കുന്തും ബിഹി തുകദിബൂൻ. നിങ്ങൾ നിങ്ങൾ ഏതൊന്നിനെയാണോ നിഷേധിച്ച് തള്ളിയത് നിങ്ങൾ അതിലേക്ക് പോയിക്കൊള്ളുക. ഇൻതലികൂ ഇലാ മാ കുന്തും ബിഹി തുകദിബൂൻ, ഇൻതലികൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ്, 3 ശാഖകളുള്ളതായ ആ തണലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. മുർസലാത്തിൽ പറയുക, സൂറത്ത് മുർസലാത്തിൽ പറയുക, ആ തണലിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. എന്താ തണലിന്റെ പ്രത്യേകത? ഇൻതലികൂ ഇലാ ളില്ലിൻ ദീ സലാസി ശുഅബ് ലാ ളലീലിൻ, അതിന് ഒരു ഇതുമില്ല, ആ തണലിന് യാതൊരു ആശ്വാസം കിട്ടുകയില്ല. ഒരു തണൽ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? നമ്മളൊരു ചൂടിൽ നിന്നും ഒരു തണലിലേക്ക് മാറി നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു ആശ്വാസം നമുക്ക് കിട്ടണമല്ലോ. പക്ഷെ ലാ ലലീൽ, ആ തണലിൻ്റെ ഒരു ആശ്വാസവും അവിടെ ലഭിക്കുകയില്ല. വലാ യുഗ്നി മിനൽ ലഹബ്, ആ ജ്വാലയുടെ അതിൽ നിന്ന് ഒരു ആശ്വാസവും ഒരു സംരക്ഷണവും നമുക്ക് നൽകുകയില്ല എന്നാണ്. അപ്പം അതാണ്
നരകാഗ്നിയിൽ അസ്ഹാബ് ഷിമാലിന് അല്ലെങ്കിൽ നരകത്തിലെ ആളുകൾക്ക് തണൽ ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ തണലും അവർക്കൊരു ശിക്ഷയാണെന്നർത്ഥം. ഇത് മാത്രമല്ല, ഇനി നമുക്ക് വിശദീകരിക്കാൻ അവർക്ക് അവിടെ ലഭിക്കുന്ന ഭക്ഷണങ്ങൾ, വെള്ളമൊക്കെ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിക്കുക, നമുക്ക് നരകാഗ്നിയിൽ തണൽ ലഭിക്കുന്നു, കുടിക്കാൻ വെള്ളം ലഭിക്കുന്നു, ഭക്ഷിക്കാൻ ഭക്ഷണം ലഭിക്കുന്നു, ഇങ്ങനെ പലതരത്തിലുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ആ ലഭിക്കുന്നത് പോലും നമുക്കൊരു ശിക്ഷയാണ് എന്നർത്ഥം. നമുക്ക് ലഭിക്കുന്ന തണൽ അത് ഒരു ശിക്ഷയാണ്, നമുക്ക് കുടിക്കാൻ ലഭിക്കുന്ന വെള്ളം അത് മറ്റൊരു ശിക്ഷയാണ്, നമുക്ക് ഭക്ഷിക്കാൻ ലഭിക്കുന്ന ഭക്ഷണം അത് വേറൊരു ശിക്ഷയാണ്. അഥവാ അവിടെ നമുക്ക് ആശ്വാസമായി ലഭിക്കുന്ന ഏതൊരു കാര്യവും അതും മറ്റൊരു തരത്തിലുള്ള ശിക്ഷയായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് എന്നർത്ഥം. ആ രൂപത്തിൽ അസ്ഹാബ് ഷിമാൽ അവർ ഉഷ്ണക്കാറ്റിലും ചുട്ടു തിളക്കുന്ന വെള്ളത്തിലുമായിരിക്കും അവർ ഉണ്ടാവുക. അതോടൊപ്പം തന്നെ ആ കരിമ്പുകയുടെ ആ കരിമ്പുകയുടെ തണലിലുമായിരിക്കും അവർ ഉണ്ടാവുക. ആ തണലെന്താ? ലാ ബാരിദിൻ വലാ കരീം, യാതൊരുവിധ തണുപ്പതിനുണ്ടാവുകയില്ല, ഒരു മാന്യമായതും ആവുകയില്ല. അത് അത്രയും കഠിനമായ ഒരവസ്ഥയാണ് അവിടെ ലഭിക്കുവാനിരിക്കുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അതിൻ്റെയൊക്കെ കാരണങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. നോക്കൂ, ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്റഫീൻ. ഇന്നഹും തീർച്ചയായും അവർ, അഥവാ അസ്ഹാബു ഷിമാൽ, ഇന്നഹും എന്ന് പറയുമ്പോൾ തീർച്ചയായും അവർ, അവിടെ അവർ എന്ന് പറഞ്ഞാൽ അസ്ഹാബു ഷിമാൽ, കാനൂ അവരായിരുന്നു, ഖബ്ല ദാലിക മുമ്പ്, മുത്തറഫീൻ സുഖലോലുപരായിരുന്നു. മുത്തറഫ് എന്ന് പറഞ്ഞാൽ സുഖലോലുപരായിരുന്നു എന്നർത്ഥം. തറഫിൽ ജീവിച്ചവരാണ്. തറഫ് പറഞ്ഞാൽ സുഖാഡംബരത്തോടു കൂടി ജീവിക്കുക. അപ്പോൾ തീർച്ചയായും അവർ കാനു കബിലദാലിക മുമ്പ് അവരായിരുന്നു മുത്തറഫീൻ സുഖലോലുപന്മാരായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നർത്ഥം. അപ്പൊ ഈ മുമ്പ് എന്ന് പറയുമ്പോൾ എപ്പോൾ പരലോകത്തെത്തിയിട്ടുള്ള കാര്യമാണോ? അല്ല, മറിച്ച് മുമ്പ് എന്ന് പറഞ്ഞാൽ ആ പരലോകത്തെത്തുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടം, നരകാഗ്നിയിൽ എത്തുന്നതിൻ്റെ മുമ്പുള്ള കാലഘട്ടം എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടം എന്നാണ് പറയുന്നത്. അവിടെ ഖബ്ല ദാലിക അതിൻ്റെ മുമ്പ് എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും അവർ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ സുഖലോലുപന്മാരായിട്ടായിരുന്നു ജീവിച്ചിരുന്നത് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ അവർക്ക് അനുഭവിക്കാവുന്ന പരമാവധി ആ സുഖങ്ങൾ അവർ ദുനിയാവിൽ തന്നെ ആസ്വദിക്കുകയാണ്. അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനകളൊന്നും പരിഗണിക്കാതെ നോക്കാതെ തോന്നിയതുപോലെ അവർ സുഖാഡംബരങ്ങളിൽ അങ്ങനെ ജീവിക്കുകയായിരുന്നു എന്നർത്ഥം. എന്നാൽ വിശ്വാസികളായ ആളുകൾ, അസ്ഹാബുൽ യമീൻ്റെ ആളുകൾ പലപ്പോഴും ജീവിതത്തിൽ അവർ ആഗ്രഹിക്കുന്ന, അവർ മറ്റുള്ളവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സുഖങ്ങളും അതിൻ്റെ പ്രവാചകന്റെയും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾക്കെതിരാണ് എന്നുള്ളത് കാരണത്താൽ ദുനിയാവിൽ നിന്ന് മാറ്റിവെച്ചതാണ് അവർ. അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ചിരുന്ന പലതും ഈ ദുനിയാവിൽ അവർക്ക് ലഭിക്കാതെ പോയതാണ്. പക്ഷേ ക്ഷമയോടുകൂടി ഇതെല്ലാം എനിക്ക് നാളെ പരലോകത്ത് അള്ളാഹു ഒരുക്കി വെച്ചു എന്നുള്ള ആ ഒരൊറ്റ പ്രതീക്ഷയോടെ, ആഗ്രഹത്തോടെ അവർ ക്ഷമയോടുകൂടി ജീവിച്ചപ്പോൾ നാളെ പരലോകത്ത് സ്വർഗത്തിൽ അവർക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും അള്ളാഹു നൽകുന്നു. എന്നാൽ അസ്ഹാബു ഷിമാലാകട്ടെ, അവർ ദുനിയാവിൽ തന്നെ ചെയ്യാവുന്ന എല്ലാ സുഖങ്ങളിലും ആഡംബരങ്ങളിലും ജീവിച്ച് മരിച്ച് അവസാനം അവർ നരകാഗ്നിയിൽ അങ്ങ് എത്തിച്ചേരുകയാണ്. പിന്നീട് അവർക്ക് അവിടെ ലഭിക്കുന്ന അനുഭവങ്ങളാണ് ഈ പറയുന്നത് എന്നർത്ഥം. മാത്രമല്ല, ദുനിയാവിൽ അവർ സുഖാഡംബരങ്ങളിൽ ജീവിച്ചു എന്നുള്ളത് മാത്രമല്ല, മറിച്ച് വകാനു യുസിറൂന അലൽ ഹിൻസിൽ അലീം, വകാനു അവരായിരുന്നു, യുസിറൂന ഷടിച്ചിരുന്നു എന്നർത്ഥം. വകാനു യുസിറൂന അവർ ഷടിച്ചിരുന്നു, അലൽ ഹിൻസിൽ അലീം ആ വമ്പിച്ച തെറ്റുകുറ്റങ്ങളുടെ മേൽ. ഹിൻസ് എന്ന് പറഞ്ഞാൽ തെറ്റുകൾ, കുറ്റങ്ങൾ എന്നറിയും. അപ്പൊ ആ കുറ്റത്തിന്റെ മേൽ ആ വമ്പിച്ച, അലീം എന്ന് പറഞ്ഞാൽ വമ്പിച്ചത്, ആ വമ്പിച്ച കുറ്റങ്ങളുടെ മേൽ അവർ ഷടിച്ചിരിക്കുന്നവരായിരുന്നു. ആര്? അസ്ഹാബ് ഷിമാൽ. അപ്പൊ ആ ഇടതുഭാഗക്കാർ അല്ലെങ്കിൽ അസ്ഹാബ് ഷിമാൽ എന്ന് പറയുന്നവർ തെറ്റുകളിലും കുറ്റങ്ങളിലും ഷടിച്ചു നിൽക്കുന്നവരായിരുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? പല ആളുകളും ദുനിയാവിൽ അവർ ചെയ്യുന്ന തിന്മകൾ, തെറ്റുകൾ, കുറ്റങ്ങൾ
അത് പലപ്പോഴും അവരോട് സൂചിപ്പിച്ചു കൊടുത്താൽ പോലും ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, നീ ആ പറയുന്നത് ശരിയല്ല കേട്ടോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളും തിന്മകളും പറഞ്ഞു കൊടുത്താൽ അത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് അത് മാറ്റിക്കളയുവാനോ അവർ ഒരുക്കമല്ല. മറിച്ച് അവരെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് ഏത് തിന്മയാണെങ്കിലും ശരി, ആരുടെ വാക്കുകൾക്കും വില വെക്കാതെ, ആര് പറഞ്ഞു കൊടുത്താലും അതൊന്നും ശ്രദ്ധിക്കാതെ അവർ തോന്നിയതുപോലെ ആ തിന്മകളിൽ അങ്ങനെ ഷടിച്ച് ജീവിക്കുന്ന ആളുകളായിരുന്നു അവർ എന്നർത്ഥം. അപ്പൊ ദുനിയാവില് അങ്ങനെ ഒരു ഇതും നോക്കാതെ അങ്ങനെ ജീവിച്ചത് കാരണത്താൽ എന്ത് ചെയ്തു, പരലോകത്തെത്തിയപ്പോ അവർ അസ്ഹാബ് ശിമാലായി മാറി. അസ്ഹാബ് ശിമാലിൽ പെട്ട ആളുകളായിക്കൊണ്ട് നരകാഗ്നിയിൽ എന്ത് ചെയ്തു, പ്രവേശിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നർത്ഥം. മാത്രമല്ല, ഈ പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിനെയൊക്കെ കളിയാക്കുകയും അതിനെയൊക്കെ പരിഹസിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നിഷേധിച്ച് കളയുന്ന ആളുകൾ കൂടിയായിരുന്നു അവർക്കിതൊന്നും ബാധകല്ല. എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് പരലോകം, മരിച്ചിട്ട് പിന്നെ ഒരു ജീവിതം, ഇങ്ങനെയൊക്കെയുള്ള ചില സംശയങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇത്തരം ആളുകൾ ജീവിച്ചത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുന്നു, നോക്കൂ, വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബൂസൂൻ. വകാനു അവരായിരുന്നു, ആര്? ആ വകാനു എന്ന് പറഞ്ഞാൽ അവരായിരുന്നു എന്ന് പറഞ്ഞാൽ അസ്ഹാബ് ശിമാലായിരുന്നു. യഖൂലൂന അവർ പറയുന്നവരായിരുന്നു. കാല യഖൂലു എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലൂന അവർ പറയുന്നവരായിരുന്നു. എന്താണ് അവർ പറയുന്നത്? അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമ. അഇദാ മിത്നാ ഞങ്ങൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷമോ, അഇദാ മിത്നാ ഞങ്ങൾ മരിച്ചാലോ എന്നർത്ഥം. മാത്ത എന്നുള്ളതാണ് മിഥ്ന എന്ന് പറയുന്നത്. ഇതാ മിഥ്ന ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടോ എന്നർത്ഥം. വകുന്നാ തുറാബൻ ഞങ്ങൾ മണ്ണായി പോവുകയും ചെയ്തിട്ടോ. വകുന്നാ തുറാബൻ ഞങ്ങൾ മണ്ണാവുകയും ചെയ്തിട്ടോ. വഇളാമൻ എല്ലുകളാവുകയും ചെയ്തിട്ടോ എന്നർത്ഥം. അവിടെ ഇതാന്ന് പറഞ്ഞ ആ എന്നുള്ള വാക്ക്, ആ അക്ഷരം, അത് അദാത്തുൽ ഇസ്തിഫാമാണ്, അഥവാ ചോദ്യവാക്കാണെന്ന് അർത്ഥം. ചോദ്യവാക്കാണ്. അതാണ് ഇദാ മിത്ന ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടോ. വകുന്ന ഞങ്ങൾ ആയിത്തീരുകയും, ആ വാവ് അങ്ങോട്ട് മടങ്ങണം. വകുന്ന തുറാബൻ ഞങ്ങൾ മണ്ണാവുകയും ചെയ്തിട്ടോ. ആ കുന്ന തുറാബൻ എന്നർത്ഥം, ഞങ്ങൾ മണ്ണാവുകയും ചെയ്തിട്ടോ. അതുപോലെ തന്നെ ആ കുന്ന ഇലാമൻ ഞങ്ങൾ എല്ലുകളാവുകയും ചെയ്തിട്ടോ. അതിൻ്റെയൊക്കെ ആ വാവ് വകുന്ന എന്നുള്ളിടത്ത് വാവ്, ഇലാമൻ എന്നുള്ളിടത്ത് വാവൊക്കെ മടങ്ങേണ്ടത് അവിടേക്കാണ്. ഇദാ മിത്ന വകുന്ന തുറാബൻ വഇലാമൻ ഞങ്ങൾ മണ്ണും എല്ലുമൊക്കെ ആയി തീർന്ന് ഞങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞതൊക്കെ ചെയ്തതിന് ശേഷമോ എന്ത്? ഇന്നാ ലമബ്ഊസൂൻ ഞങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ, ഞങ്ങൾ വീണ്ടും എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുമെന്നോ എന്ന ചോദ്യം. അതാണ് എന്ന് അവർ പറയുന്നവരാണ് എന്ന്. അതാണ് മടക്ക എടുക്കുക. വകാനു യഖൂലൂൻ അവർ പറയുമായിരുന്നു, ഞങ്ങൾ മണ്ണും മരണപ്പെട്ട് കഴിഞ്ഞ് പിന്നെ മണ്ണായി തീർന്ന് എല്ലൊക്കെ ആയി തീർന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുനരെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാകുമോ എന്നർത്ഥം. അതാണ് ഐന്ന ഞങ്ങളാണ്. അവിടെയും എന്ന് പറഞ്ഞാൽ ഇതാന്ന് പറഞ്ഞിടത്തുള്ള പോലെ തന്നെയാണ്. ഇന്ന ഞങ്ങളാണോ എന്ത്? ലമബൂസൂൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ, വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുന്നവരാണോ എന്ന് ഇങ്ങനെ അവർ പറയുമായിരുന്നു. അപ്പോൾ എന്താ പറയണത്? അപ്പോൾ ഞങ്ങൾ മരിച്ച് മണ്ണായി എല്ലൊക്കെ ആയി തീർന്ന് മണ്ണിലങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ഞങ്ങളൊന്ന് പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ എന്താണ് ഈ പറയണത് എന്ന രൂപത്തിൽ അവർ പറയുമായിരുന്നു. ഞങ്ങൾ മാത്രല്ല, ആബാഉനൽ ഞങ്ങളുടെ പിതാക്കളുമോ. അവിടെയും എന്നുള്ളത് ആ ചോദ്യവാക്കാണ്. ഇതാ എന്ന് പറയുന്നിടത്ത് ഇന്ന ആബാഉന എന്ന് പറയുന്നിടത്തൊക്കെയുള്ള ആ ചോദ്യവാക്കാണ്. ആബാഉന ഞങ്ങളുടെ പിതാക്കന്മാരുമോ. അബുൻ എന്നുള്ളതാണ്.
ഞങ്ങളുടെ പിതാക്കന്മാരും അൽ അവ്വലൂൻ പൂർവീകരായ ആദ്യത്തെ ആളുകളായ മുമ്പ് കഴിഞ്ഞു പോയ പൂർവീകരായ ഞങ്ങളുടെ പിതാക്കന്മാരും ഇങ്ങനെ പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്നോ? കാരണം ഞങ്ങൾ പോലും അവർ പല ആളുകളെയും കണ്ടില്ല. അവരൊക്കെ എന്നോ ഈ മണ്ണിൽ ലയിച്ച് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ മണ്ണിൽ ലയിച്ചു കഴിഞ്ഞു. ഇനിയും ഞങ്ങളുടെ പൂർവീകരായ അങ്ങനെ ലയിച്ചു പോയ ഈ പൂർവീകരായ ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഈ പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് എന്താ നിങ്ങൾ ഈ പറയണത് എന്ന് അവർ പറയുമായിരുന്നു, സംശയം പ്രകടിപ്പിക്കുമായിരുന്നു. സഹോദരന്മാരെ, നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു ആയത്താണ് ഈ 2 ആയത്തുകൾ. പലപ്പോഴും നമ്മുടെയൊക്കെ ചിന്തയിലും നമ്മളൊക്കെ നമസ്കരിച്ചും നോമ്പെടുത്തൊക്കെ ഇങ്ങനെ നടക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിലപ്പോൾ ഒരു ചിന്ത ഇങ്ങനെ വരും, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? സംഗതി ഇപ്പം ഇങ്ങനെ മരിച്ചൊക്കെ പോയിട്ട് പിന്നെ രണ്ടാമത് എഴുന്നേൽപ്പിക്കുക, അങ്ങനെ ഒരു സ്വർഗം നരകം ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇങ്ങനൊരു സംശയമൊക്കെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ കടന്നു വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ കാണാം. ഒരു സംശയത്തിനും ഇടയുണ്ടാകാൻ പാടില്ല. കാരണം ഇതെന്താ, നമ്മുടെ വിശ്വാസ കാര്യത്തിൽപ്പെട്ട കാര്യമാണ്. ഈമാൻ കാര്യമായിട്ട് നമ്മൾ 6 കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ 6 കാര്യങ്ങളിൽ 5-ാമതായിട്ട് പഠിച്ചത് എന്താ? യൗമുല്ലാഹിറിലുള്ള വിശ്വാസമാണ്, അന്ത്യനാളിലുള്ള വിശ്വാസമാണ്. ആ അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസമാണ് ഈ പറയുന്നത്. എന്താ അന്ത്യനാളിലുള്ള വിശ്വാസം എന്ന് പറയുന്നത്? ഈ ലോകം ഒരു നാൾ അവസാനിക്കും, ഈ ലോകത്തുള്ള സകലമാന വസ്തുക്കളും നശിപ്പിക്കപ്പെടും, ഈ ലോകം തന്നെ തകർന്ന് എന്ത് ചെയ്യും? ഈ ലോകം അവസാനിച്ച് അവസാനം ഈ ലോകത്ത് ജീവിച്ച സകലമാന മനുഷ്യരെയും അള്ളാഹു നാളെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടും. ആ ഒരുമിച്ച് കൂട്ടിയതിനു ശേഷം അവർ ഈ ദുനിയാവിൽ വെച്ച് ചെയ്തതായ കർമ്മങ്ങളെക്കുറിച്ച് വിചാരണ ചെയ്യും. ആ വിചാരണയ്ക്ക് ശേഷം നന്മകൾ ചെയ്തതായ ആളുകളെ സ്വർഗത്തിലേക്കും തിന്മകൾ ചെയ്തതായ ആളുകളെ നരകത്തിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കും. ഇതാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട വിശ്വാസം. അതിൻ്റെ ചെറിയ രൂപം ഞാൻ പറഞ്ഞത്. ഈ വിശ്വാസം നമ്മുടെ മനസ്സിലില്ല എങ്കിൽ, ആ വിശ്വാസത്തിൽ എവിടെയെങ്കിലും ഒരു സംശയത്തിൻ്റെ കണിക നമ്മുടെ മനസ്സിൽ എവിടെയെങ്കിലും വന്നു പോയാൽ അത് വിശ്വാസത്തെയാണ് ബാധിക്കുക, നമ്മുടെ പരലോകത്തെയാണ് നമുക്ക് നഷ്ടപ്പെടുത്തുക എന്നുള്ള ചിന്ത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരാനേ പാടില്ല. അപ്പോൾ അസ്ഹാബ് ഷിമാലിൻ്റെ ആളുകൾ ഈ രൂപത്തിലായിരുന്നു എന്നർത്ഥം. അസ്ഹാബ് ഷിമാൽ ഈ രൂപത്തിൽ, അവർക്ക് സംശയമാണ്, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞ് മണ്ണിൽ ലയിച്ച് എല്ലും മണ്ണുമൊക്കെ ആയിട്ട് പിന്നെ നമ്മളിങ്ങനെ പുനരെഴുന്നേൽപ്പിക്കപ്പെടേ? അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ വാപ്പന്മാരും നമ്മുടെ ഉപ്പാപ്പന്മാരും വല്യപ്പന്മാരൊക്കെ രണ്ടാമത് ഇനിയും പുനരെഴുന്നേൽപ്പിച്ച് വരുമെന്നോ? എന്താ ഈ പറയണത്? എങ്ങനെ ഒരു സംശയം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളായിരുന്നു. അവർക്ക് മറുപടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഖുൽ ഇന്നൽ അവ്വലീന വല്ലാഖിരീൻ ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഖുൽ, നബിയെ പറയുക, ഇന്നൽ അവ്വലീന വല്ലാഖിരീൻ, തീർച്ചയായും പൂർവീകരായ ആളുകളും, അവ്വലീൻ എന്ന് പറഞ്ഞാൽ മുൻപേ കഴിഞ്ഞു പോയ പൂർവീകരായ ആളുകളും, വൽ ആഖിരീൻ പിൽക്കാലക്കാരായ പിന്നീട് വരുന്ന ആളുകൾ എല്ലാവരും, കുൽ നബിയെ താങ്കൾ പറഞ്ഞു കൊടുക്കുക, ഇന്ന തീർച്ചയായും അൽ അവ്വലീൻ പൂർവീകരായ ആളുകളും വൽ ആഖിരീൻ പിൽക്കാലക്കാരായ ആളുകളെല്ലാം തന്നെ. അപ്പോൾ പൂർവീകരായ ആളുകളും മുമ്പ് കഴിഞ്ഞു പോയ ആളുകളും ഇനി വരാനിരിക്കുന്ന ആളുകളും ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും എല്ലാവരും ലമജ്മൂഊന അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണ്. ആദ്യം അവർ സംശയം പ്രകടിപ്പിച്ചതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുകയാണ്, കഴിഞ്ഞു പോയവരും വരാനിരിക്കുന്നവരുമായ മുഴുവൻ ആളുകളും ലമജ്മൂഊൻ. ലാമ് തൗക്കീദാണ്. അവിടെ ആ തുടക്കത്തിൽ കൊടുത്ത ലാമ് മജ്മൂഊൻ എന്ന് പറയുമ്പോൾ ലാമ് തൗക്കീദാണ്. എന്താ തൗക്കീദിന്റെ ലാമ് വരുമ്പോൾ അർത്ഥം എങ്ങനെ പറയണം? ലമജ്മൂഊൻ എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണ് എന്നല്ല, അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. ഒരു സംശയവും വേണ്ട, ഒരാളും സംശയിക്കേണ്ട. ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അത്രയും മുമ്പ് കഴിഞ്ഞു പോയതായ ആ പൂർവീകരായ ആളുകൾ മുതൽ ഇങ്ങോട്ട് ഈ ലോകത്ത് അവസാനം ജനിക്കുന്ന കുഞ്ഞുവരെ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ആളുകളും ലമജ്മൂഊന അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണ്. ഇലാ മീഖാതി യൗമിൻ മഅലൂം
അറിയപ്പെട്ട ആ ഒരു നിശ്ചിത സമയത്തേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണെന്നർത്ഥം. ഇലാ മീഖാത്തി യൗമിൻ മഅലൂം. മഅലൂം എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട. മീഖാത്ത് യൗം എന്ന് പറഞ്ഞാൽ വക്ത് എന്നുള്ളതിൽ നിന്ന് വരുന്നതാണ് ഈ മീഖാത്തൊക്കെ. ഒരു നിശ്ചിത സമയത്തേക്ക് അല്ലെങ്കിൽ അറിയപ്പെട്ട ഒരു ദിവസത്തെ നിശ്ചിത സമയത്തേക്ക് അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണെന്നർത്ഥം. യൗമും മഅലൂം എന്ന് പറഞ്ഞാൽ നിശ്ചിത അറിയപ്പെട്ട ദിവസം. മീഖാത്ത് എന്ന് പറഞ്ഞാൽ നിശ്ചിത സമയം. അതാ ഉദ്ദേശിക്കുന്നത് എല്ലാവരും അന്ത്യനാളിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടുന്നവരാണെന്നർത്ഥം. അതിലൊരു സംശയവും വേണ്ട. ലമജ്മൂന ഇലാ മീഖാത്തി യൗമിൻ മഅലൂം. ആ അറിയപ്പെട്ട ഒരു ദിവസമാകുന്ന ആ ഒരു നിശ്ചിത സമയത്തേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണ്. കഴിഞ്ഞു പോയ പൂർവികരായ ആളുകളും വരാനിരിക്കുന്ന പിൽക്കാലക്കാരായിട്ടുള്ള എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇനിയും ഇതിന് തുടർച്ചയായിട്ട് അസ്ഹാബു ഷിമാലിന് ഇനി ആ നരകാഗ്നിയിൽ ലഭിക്കുന്ന ഭക്ഷണം എന്താണ്, വെള്ളം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങൾ ഇതിനെ തുടർന്നു കൊണ്ട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ വിശദീകരണത്തിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അസ്ഹാബു ഷിമാൽ, അവർ ആ നരകത്തിൽ അവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അവർ കരിമ്പുകയുടെ ആ തണലിലും ചൂടുള്ള വെള്ളത്തിലും അതുപോലെ ആ ഉഷ്ണക്കാറ്റിലുമൊക്കെ ആയിരിക്കും. അവിടെ അവർക്ക് ഒരു ആശ്വാസമോ തണലോ ഒന്നും തന്നെ, ഒരു തണുപ്പോ ഒന്നും തന്നെ, ആ തണലിന് യാതൊരുവിധ തണുപ്പോ ആശ്വാസമോ ഒന്നും തന്നെ അവർക്ക് ലഭ്യമാവുകയില്ല എന്നാണ്. അവരെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എത്താനുള്ള കാരണം എന്താ? ദുനിയാവിൽ ജീവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകൻ്റെയും കൽപ്പനകളെ മാനിക്കാതെ അത് പാലിക്കാതെ തോന്നിയതുപോലെ സുഖാഡംബരങ്ങളിൽ അങ്ങനെ മുഴുകി ജീവിക്കുന്ന ഒരവസ്ഥയുണ്ടായി എന്ന് മാത്രമല്ല, ആ സുഖലോലുപരായി ജീവിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ചോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകൾ, ആ തിന്മകളിൽ ശഠിച്ചുകൊണ്ട് അതങ്ങനെ ആവർത്തിച്ച് ചെയ്യുന്നവരാണ്. മാത്രമല്ല അന്ത്യനാളിനെ കുറിച്ചൊക്കെ സംശയം പ്രകടിപ്പിക്കുകയും സംശയാലുക്കളാവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം ഒന്നും വരികയില്ല എന്ന തോന്നലോടുകൂടി ജീവിച്ച ആളുകളാണ്. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഇങ്ങനെ നരകാഗ്നിയിൽ എത്തിച്ചേർന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ നമ്മളിതൊക്കെ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇതൊക്കെ വേറെ ആർക്കോ വേണ്ടി ഏതൊക്കെയോ ആളുകളാണെന്ന ചിന്തയല്ല, എനിക്കും നിങ്ങൾക്കുമൊക്കെ നാളെ വരാനുള്ള ഒരു കാര്യമാണിത് എന്നുള്ള ചിന്ത. ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെട്ട് അല്ലെങ്കിൽ ഈ ലോകം അവസാനിച്ച് പരലോകമാകുന്ന ലോകത്ത് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന ഒരു ചിന്ത നമുക്കൊക്കെ ഉണ്ടാവണം. അപ്പോൾ ഇതുപോലെ അസ്ഹാബിക്കൂനും അസ്ഹാബുൽ യമീനും അസ്ഹാബു ഷിമാലൊക്കെ പഠിക്കുമ്പോൾ ഇതിലേത് വിഭാഗത്തിലാണ് ഞാൻ ഉൾപ്പെടേണ്ടത് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാകണം. ആ വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യണമെന്നുള്ള കാര്യം ഒരു ആലോചനയും ചിന്തയും നമുക്കുണ്ടാകണം. ഒരിക്കലും അസ്ഹാബു ഷിമാൽ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൽ ഞാൻ ഉൾപ്പെടരുതേ എന്ന ആഗ്രഹവും അതിൽ ഉൾപ്പെടാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ശ്രദ്ധയോടുകൂടി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതെല്ലാം ഒഴിവാക്കി എൻ്റെ വിശ്വാസ കാര്യങ്ങൾ ക്ലിയറാക്കി വെച്ച് എൻ്റെ കർമ്മങ്ങളെല്ലാം ക്ലിയറാക്കി വെച്ച് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് അസ്ഹാബുൽ യമീനിലും അസ്സാബിക്കൂനിലൊക്കെ ഉൾപ്പെടാൻ കഴിയുക, അസ്ഹാബ് ഷിമാലിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതത്തെ ക്രമപ്പെടുത്താൻ ശ്രമിക്കുക. കൃത്യമായിട്ട് ഓരോ ആയത്തുകളും അതിൻ്റെ ആശയങ്ങളും വിശദീകരണങ്ങളും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഒരിക്കൽ കൂടി ആയത്തിൻ്റെ അർത്ഥമൊന്ന് പറയാം. ആ ഇടതുഭാഗത്തിൻ്റെ ആളുകൾ എന്താണ്? ആ ഇടതുഭാഗത്തിൻ്റെ ആളുകളുടെ അവസ്ഥ ഫീ സമൂമിൻ വഹമീം, രോമക്കുത്തുകളിൽ കൂടി തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റിലും ചുട്ടു തിളക്കുന്ന വെള്ളത്തിലുമായിരിക്കും അവർ. ഇരുണ്ട പുകയുടെ ആ കരിമ്പുകയുടെ തണലിലുമായിരിക്കും. ലാബാരിദിം വലാ കരീം, ഒരു തണുപ്പ് അതിനുണ്ടാവുകയില്ല, ഒരു മാന്യതയും അതിനുണ്ടാവുകയില്ല. ഇന്നഹും കാനൂ ഖബ്ല ദാലിക മുത്രഫീൻ, തീർച്ചയായും അവർ അതിൻ്റെ മുമ്പേ അഥവാ ദുനിയാവിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ സുഖലോലുപന്മാരായിരുന്നു.
വകാനൂ യുസിറൂന അലൽ ഹിൻസിൽ അളീം, വമ്പിച്ച തെറ്റുകുറ്റങ്ങളിൽ ശഠിച്ചു നിൽക്കുന്നവരുമായിരുന്നു. വകാനൂ യഖൂലൂന ഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ ഇന്നാ ലമബൂസൂൻ, ഞങ്ങൾ മരണപ്പെടുകയും ഞങ്ങൾ മണ്ണാവുകയും എല്ലാവുകയും ഒക്കെ ചെയ്തതിനു ശേഷം വീണ്ടും ഞങ്ങൾ പുനരെഴുന്നേൽപ്പിക്കപ്പെടുമെന്നവരാണോ എന്നവർ പറയുമായിരുന്നു. അവ ആബാഉനൽ അവ്വലൂൻ, ഞങ്ങളുടെ പൂർവീകരായ പിതാക്കളും അത്തരത്തിൽ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണോ? ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, നിശ്ചയമായും പൂർവീകന്മാരും പിന്നീടുള്ളവരും എല്ലാവരും ലമജ്മൂന ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ആ ഒരു ദിവസത്തെ നിശ്ചിത സമയത്തേക്ക് അവർ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ തന്നെയാകുന്നു. കൃത്യമായി ഓരോ ആയത്തും അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയങ്ങളും വാക്കർത്ഥങ്ങളും എല്ലാം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.